മുഅ്മിനായ മനുഷ്യൻ എന്ത് സംഭവിച്ചാലും അവൻ അല്ലാഹുവിനെ പേടിടും. അവന്റെ കാര്യം അവന് കൃത്യമായി അറിയ. പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം എന്താണ്? അല്ലാഹുവാണ് പ്രശ്നം, അല്ലാത്തൊരു പ്രശ്നമല്ല. മുഅ്മിനായ മനുഷ്യൻ തന്നെയാകണം. മുഅ്മിനായ മനുഷ്യന്റെ കാഴ്ചപ്പാടാ വ്യത്യാസം. മൻ അബദുന്നാസ് അൽ-ആഖിലു ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അബദുന്നാസ്. ഏറ്റവും വലിയ ആബിദ് ആരാണ്? മുസ്തഫ നബിയോട് ചോദിച്ചു. ഫഖാല അൽ-ആഖിലൂന എന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്ക്. സത്യം പറഞ്ഞാൽ മൻ അബദുന്നാസ് എന്ന ചോദ്യത്തിന് മറുപടി നമ്മളാണെങ്കിൽ എന്താ പറയാ? യസ്ജുദു ദായിമൻ വയുസല്ലി ദായിമൻ വയദ്കുറു ദായിമൻ. എപ്പോഴും സുജൂദ് ചെയ്യുന്ന ആള്, എപ്പോഴും നിസ്കരിക്കുന്ന ആള്, എപ്പോഴും ദിക്റില്ല. അങ്ങനെയല്ലേ മുത്തനബി പറയേണ്ടത്? എന്നാൽ ഈ ഹദീസ് അബൂദാവൂദ് അടക്കം അനവധി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തനബി ഖീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു, മൻ അബദുന്നാസ്, ഏറ്റവും വലിയ ആബിദ് ആരാണ്? ഫഖാല, അപ്പോൾ ഹബീബ നബി പറഞ്ഞു, അൽ ആഖിലു, ബുദ്ധി അല്ലാഹുവിൽ ചെലവഴിച്ചവനാണ്. ഇതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. ഇത് അല്ലാഹുവിൽ വെച്ചു കൊടുക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അവന്റെ അൻവാറുൽ ഖുദ്സിയ, പരിശുദ്ധമായ പ്രകാശ കിരണങ്ങൾ ഇവിടെ ഇറങ്ങും. അതാണ്ട് ഇറങ്ങിയാൽ അവൻ കച്ചവടത്തിലാണെങ്കിലും അവൻ ആബിദായിരിക്കും. അവൻ ഭാര്യയെ സമീപിച്ചാലും അവൻ ആബിദായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. അപ്പോൾ അവന്റെ കാഴ്ചപ്പാട് ഇലാഹിയായ കാഴ്ചപ്പാടായിരിക്കും. പിന്നെ വിഷയം എന്താ ഇവിടെ പ്രശ്നത്തിന്റെ ആധാരം? അത് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഇവിടെ പ്രശ്നത്തിന്റെ ആധാരം? പ്രശ്നത്തിന്റെ ആധാരം ഒന്നുമല്ല. പ്രശ്നത്തിന്റെ ആധാരം അള്ളാഹുവിന്റെ വാതിൽ അടഞ്ഞു പോയി എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹിന്റെ വാതിൽ തുറന്നു വെച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കാൻ കഴിയൂല. അള്ളാഹിന്റെ വാതിൽ തുറന്നു വെച്ചിട്ട് ആഭ്യന്തരമന്ത്രിയുടെ വാതിൽ അടക്കാൻ കഴിയൂല ഒരിക്കലും. അത് കഴിയും. നീ വാദിച്ച ഈ കാഫിറായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യൻ നീ ചിന്തിക്ക് എന്ത് വിചാരിച്ച്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനിവിടെ പറഞ്ഞ ഭാഷ ആദ്യം കൂടി ചിന്തിക്കണം. ഭാര്യയ്ക്ക് ഗർഭം പിടിക്കാതിരുന്നാൽ ആശുപത്രി കൊണ്ടുപോകും. അതെന്തിനാണ്? അതിൻ്റെ ഒരു വസായില് മാത്രമാണ്. ആ വസായിലിനെ ഒന്ന് സമീപിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ ഗർഭം പിടിക്കാൻ അള്ളാഹു ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ ദുആന്റെ വാതിൽ അങ്ങോട്ട് തുറന്നിട്ടില്ല. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വാതിൽ തുറന്നാല് ഡോക്ടർ ആവശ്യമില്ല. പിന്നെ ഡോക്ടർ മെജോറിറ്റിക്കും ആവശ്യമില്ല. ഡോക്ടർ വലിയ ആളാകേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകെ കൊല്ലിയിൽ വീർത്തു, മിണ്ടാൻ വയ്യാതെയായി, ആകെ ആശുപത്രി കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിൽ ഓപ്പറേഷന് വലിയ വിലയാണ്. ഒന്ന് നാട്ടിൽ പോകാൻ പറഞ്ഞു. വയറ്റ് തിരിക്കാൻ വയ്യ, ആകെ നിർത്തും. ചെസ്റ്റ് ക്യാൻസർ ആണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. വേഗം പെട്ടെന്ന് ആശുപത്രി കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കഫീലിൻ്റെ വീട്ടിൽ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി ചെന്നതാ. കഫീൽ കൂട്ടി. കഫീലിൻ്റെ ഒരു പരിചയക്കാരനായ ഒരു പഴയ അറബി ഉണ്ട്. ആ അറബിയോട് ഒന്ന് ദ്വാർപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് കണ്ടപ്പോൾ. അപ്പോൾ ആ അറബി എന്ത് പറഞ്ഞു? എൻ്റെ തൊള്ളെന്ന് ഉറക്കുകയാണ്. തൊള്ള ഒറ്റ കുത്തട കുടിച്ച് അറബി. ഈ വയസ്സനായ അറബി എന്ത് ചെയ്ത്? ചെസ്റ്റ് ക്യാൻസർ പിടിച്ചിട്ട് ഡോക്ടറെ തീരുമാനം ചെസ്റ്റ് ക്യാൻസർ പിടിച്ച ആളാണെന്നാണ്. നിങ്ങൾ പിന്നെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ജീവൻ പോകും, മരിക്കും. ചെസ്റ്റ് ക്യാൻസർ പിടിച്ച ഒരാൾക്ക് ജീവൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അവൻ അറബി എന്ത് ചെയ്ത്? ഈ വയസ്സനായ ഈ നാട്ടറബിയായ ഈ മനുഷ്യൻ എന്ത് ചെയ്ത്? അണ്ണാക്കൊന്ന് ശരിക്കും ഉറക്കാറ് അങ്ങനെ തുറന്ന് ഒരു കുത്തറ കൊടുത്ത് ഇവിടെ അണ്ണാക്കിൽ ചൂണ്ടാണി വിരലുകൊണ്ട് പൊട്ടിയിട്ട് ചാടി ചോര കട്ട പൊട്ടിച്ചാടി. നീരും ചോരയും പൊട്ടിച്ചാടി. അപ്പോൾ അയാൾ പുറത്തിറങ്ങിപ്പോയി എവിടെയോ പോയിട്ട് കുറച്ച് പച്ച ഇല പിടിച്ചുകൊടുന്നു. ആ ഇല ഇങ്ങനെ വൃത്തിയാക്കി അയാൾ എന്ത് ചെയ്തു? എന്തോ തേച്ച് അടർ കെട്ടി 1.5 ദിവസം കൊണ്ട് ഉണങ്ങി. പിന്നെ പാസ്പോർട്ട് അടിച്ചു കൊടുത്തുകൊണ്ട് ഇനി പെണ്ണുങ്ങളെയും കുട്ടികളെ കണ്ടുപോരുന്നെങ്കിൽ പോരെന്ന് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞു. 10 ഗുളികണ്ട ആവശ്യം ഉണ്ടായില്ല. ഒന്നിങ്ങനെ കുത്തി. അപ്പം എന്താ സംഭവം? ചെസ്റ്റ് ക്യാൻസർ അല്ല, ഇവിടെ നീരും ചോരയും കിട്ടിപ്പോയതാണ്. ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ല. രാവും പകൽ നോക്കാതെ പണിയെടുക്കും. നീരിറങ്ങിയതാ. അതിൽക്കൂടെ ചോര ഇറങ്ങി ഒരു കുത്തൊടുത്തു. സത്യത്തിൽ കുടുംബത്തിൻ്റെ ആധാരം മുഴുവനും പോകാനും എന്നിട്ട് പിന്നെ ആൻറ്റിബയോട്ടിക് തിന്നിട്ട് മരിക്കാനും തന്നെ മതി. ക്യാൻസർ ഇല്ല. മിക്കവാറും രോഗികൾക്ക് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ക്യാൻസർ ഉണ്ടാവില്ല. ഡോക്ടറെ മുന്നിലെത്തിയാൽ ക്യാൻസർ ഉണ്ടാവും. എന്തുകൊണ്ട്? ക്യാൻസറിൻ്റെ എല്ലാ ഗുളികയും ക്യാൻസർ ഉണ്ടാക്കും. ക്യാൻസറിൻ്റെ പുതിയൊരു വിവരം പറഞ്ഞില്ല. പുതിയ വിവരമല്ല, സത്യമായ വിവരം. ക്യാൻസറിൻ്റെ ഗുളിക ക്യാൻസർ ഉണ്ടാക്കും. ക്യാൻസറിൻ്റെ ഗുളിക ക്യാൻസർ ഇല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കും. പനിയുടെ ഗുളിക പനി ഇല്ലെങ്കിൽ പനി ഉണ്ടാക്കും. തലവേദനയുടെ ഗുളിക തലവേദന ഇല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കും.
നട്ടലിൻ്റെ വേദനയുടെ ഗുളിക, ആ വേദന ഇല്ലെങ്കിൽ ആ വേദന ഉണ്ടാക്കും. ഓർപ്പ് സംശയിക്കണ്ട. അലോപ്പതി ഒരു ശാസ്ത്രം തന്നെയല്ല, അലോപ്പതി ഒരു സന്ദേഹമാണ്. അലോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു സന്ദേഹമാണ്. അലോപ്പതി ഒരു ശാസ്ത്രം തന്നെയല്ല. എന്നെ ശാസ്ത്രമാവുക? അലോപ്പതി ഒരു അഭിപ്രായമാണ്. അലോപ്പതി ഒരു ശാസ്ത്രമേ അല്ല, അലോപ്പതി ഒരു ചികിത്സയുമല്ല. അലോപ്പതി എന്ന് പറഞ്ഞാൽ അതൊരു സന്ദേഹമാണ്. അങ്ങനെ നമുക്ക് നോക്കാം. 3 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി രോഗം മാറിയാലും ഒന്നും കൂടി വരും എന്നറിയും അലോപ്പതി ഡോക്ടർമാർ. അത് വേറെ ഡോക്ടർ പറയില്ല. അലോപ്പതി ഡോക്ടർമാർ സാധാരണ പറയും എന്ത്, രോഗം മാറിയാലും മാറിയിട്ടില്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി വരും. അതെന്തിനാണ് വരും എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഒന്നിനുമല്ല. രോഗം മാറിയാൽ എന്തിനാണ് നിങ്ങൾ വരും എന്ന് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഇതുകൊണ്ട് രോഗം മാറും എന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നുമില്ല. മൂപ്പർക്ക് അതും അറിയില്ല. മൂപ്പർക്ക് എലിപ്പത്തായം പോലെയുള്ള പാത്രം കൊണ്ട് ഈ മെഡിക്കൽ റപ്പുകൾ വരും, എന്നിട്ട് ചൊല്ലി പറഞ്ഞു കൊടുക്കും. അതിങ്ങനെ എഴുതി കൊടുക്കാനല്ലാതെ മൂപ്പർക്ക് ആ വിവരവും ഇല്ല. രക്തത്തിൽ എന്താണ് ആ വിവരം മൂപ്പരില്ല, അത് ലാബ് എന്ന് പറഞ്ഞു കൊടുക്കും. കാഷ്ടത്തിൽ എന്താണുള്ളത് ആ വിവരം മൂപ്പരെടുത്തില്ല, അതും ലാബ് എന്ന് പറഞ്ഞു കൊടുക്കും. ചോരിൽ എന്താണുള്ളത് ആ വിവരം മൂപ്പർക്കില്ല, അതും ലാബ് എന്ന് പറഞ്ഞു കൊടുക്കും. അലോപ്പതി ഡോക്ടറെ അല്ല കൊല്ലാൻ സർക്കാർ അധികാരം കൊടുത്തു എന്നതിനപ്പുറം അലോപ്പതി ഒന്നുമല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ ആശുപത്രി കാണിക്കൂലേ? കാണിക്കും. അതെന്തിനാ? അതൊരു വസായിലാണ്, അതൊരു മാധ്യമമാണ്. എന്നാൽ രോഗം മാറുമോ? രോഗം മാറുമെന്ന് വിശ്വസിക്കില്ല. എന്താ രോഗം ഉണ്ടായത്? അള്ളാഹുവിൻ്റെ വാതിൽ അങ്ങനെയാണ് ഇപ്പം തുറന്ന്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക. പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ ഭൗതികവാദികളെ പോലെ നമ്മൾ സംസാരിക്കരുത്. എന്താ പ്രശ്നം? പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മാ യഫ്തഹു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി വഹുവൽ അസീസുൽ ഹകീം. ما يفتح الله للناس من رحمة فلا ممسك لها ما يفتح الله للناس من رحمة الله الرحمة തുറന്നു വെക്കാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ فلا ممسك لها ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ പിന്നെ ഒരാൾക്കും കഴിയുകയില്ല. وما يمسك فلا مرسل له من بعده അല്ലാഹു ഒരു റഹ്മത്തിനെ പിടിച്ചു വെച്ചാൽ പിന്നെ അത് തുറന്നു കൊടുക്കാൻ ഒരാൾക്ക് കഴിയുകയുമില്ല. അള്ളാഹ് തുറന്ന റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ കഴിയുകയുമില്ല. അള്ളാഹ് പിടിച്ചു വെച്ച റഹ്മത്തിനെ തുറന്നു കൊടുക്കാൻ കഴിയുകയുമില്ല. ഫാത്തിർ സൂറത്തിന്റെ 2-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഫാത്തിർ 2-ാമത്തെ ആയത്ത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ നിങ്ങൾ ചിന്തിക്കും, ഇത് മുഅ്മിനായ മനുഷ്യനല്ലേ? സൂറത്തുൽ ഫാത്തിറിന്റെ 2-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഫാത്തിറിന്റെ 2-ാമത്തെ ആയത്താണ് ഈ ഓടുന്നത്. മാ യഫ്തഹുല്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ അല്ലാഹു റഹ്മത്തിനെ തുറന്നു കൊടുത്താൽ അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം നിങ്ങൾ ചിന്തിക്കി. മാ യുത്ലഖു വ യുർസലു മിർ റഹ്മത്തിൻ അല്ലാഹുവിന്റെ റഹ്മത്തായി ദുനിയാവിലേക്ക് ഇറക്കി വിടുന്ന ഒരു കാര്യം ഏതുപോലെ? കമതരിൻ ഒരു മഴ പോലെ. ഒരു മഴ അള്ളാഹു ഭൂമിയിലേക്ക് നിശ്ചയിച്ചൊരു മഴയെ ഒരാൾക്ക് തടയാൻ കഴിയില്ല. അമ്നിൻ ഒരു സുരക്ഷിതത്വം. മനുഷ്യന്മാർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? അമ്ന്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് മനുഷ്യനല്ല, ജീവിക്ക് മൊത്തം വേണ്ടത് അമ്നാണ്, സുരക്ഷിതത്വം. ഒരു ഭരണകൂടം എന്താ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്? എന്താ ചെയ്തു കൊടുക്കേണ്ടത്? എന്താ ഭരണകൂടം ചെയ്ത്? എല്ലാ ദിവസവും 2 കിലോ അരി നമ്മളെ പോലെയൊക്കെ എത്തിച്ചേരേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കില്ല, ആഭ്യന്തരമന്ത്രിക്കുമില്ല, മുഖ്യമന്ത്രിക്കുമില്ല. അത് നമ്മളെ യോഗ്യവാക്യം. മര്യാദക്ക് പണിയെടുത്താൽ കാലസ്ഥിതി അനുസരിച്ച് അരി കിട്ടാനുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചാൽ മതി. അരി നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? നമ്മളെ ബെഡ്റൂമിലും, നമ്മളെ വീട്ടിലും, നമ്മളെ അങ്ങാടിയിലും, നമ്മളെ മാർക്കറ്റിലും, നമ്മളെ കുളിപ്പരയിലും, നമ്മളെ കിടപ്പറയിലും നമുക്ക് സുരക്ഷിതത്വം എത്തിച്ചേരേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരിക്കുണ്ട്. ഇതാണ് ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. എല്ലാ പൊരയിലും അടുക്കളയിൽ അരി എത്തിച്ചേരുന്ന ഉത്തരവാദിത്വം ആർക്കില്ല? ആ ഉത്തരവാദിത്വം ഭരണാധികാരിക്കില്ല. ഭരണാധികാരി കാലസ്ഥിതിക്ക് അരി നാട്ടിലൊരാൾ പണിയെടുത്ത് പൈസയും കൊണ്ട് വന്നാൽ അരി കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അത് ഭരണാധികാരി. എല്ലാ അടുക്കളയിലും അരി എത്തിച്ചു തരേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമല്ല. എല്ലാ വീട്ടിലും അരി ഉണ്ടാക്കി തരേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ എല്ലാ അടുക്കളയിലും സുരക്ഷിതത്വം എത്തിച്ചു തരേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ ബെഡ്റൂമിലും സുരക്ഷിതത്വം എത്തിച്ചു തരേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്.
എല്ലാ വീട്ടിലും സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ റോട്ടിലും സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ അങ്ങാടിയിലും സുരക്ഷിതത്വം നൽകേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. സുരക്ഷിതത്വം ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം. എല്ലാ വീട്ടിലും അരി എത്തിച്ചു തരേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമല്ല. എന്നാൽ എല്ലാ വീട്ടിലും അമ്മ എത്തിച്ചു തരേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് സുരക്ഷിതത്വം. ഭരണാധികാരി നൽകേണ്ടത് എന്താ? സുരക്ഷിതത്വം. അപ്പോൾ ഒരു ഭരണാധികാരിയിലൂടെ സുരക്ഷിതത്വം എടുത്തു പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവില്ലാത്തവനെ പിടിച്ച് അല്ലെങ്കിൽ പ്രതികൂലം ഉണ്ടാക്കുന്നവനെ പിടിച്ച് അള്ളാഹു ആ പണിക്ക് ഏൽപ്പിച്ചു. ഇതാ വളിബല്ലാഹു അലാ ഖൗമിൻ. ഒരു ജനത്തിന് മേൽ അള്ളാഹു കോപിച്ചാൽ യുസല്ലിത്തുല്ലാഹു അലൈഹി വസല്ലം, അവരുടെ മേൽ അക്രമിയെ ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. പ്രശ്നം പഠിക്കണം. പ്രശ്നം ആദ്യം പഠിക്കണം. പ്രശ്നം പഠിക്കണം. രാഷ്ട്രീയക്കാർ പറയുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. എന്നാൽ രാഷ്ട്രീയം വേണം. അവർക്കൊരു കാഴ്ചപ്പാടേ അറിയൂ. അവരൊരു പോക്ക് അങ്ങനെ പോകും. അത്രേ ഉള്ളൂ. അവരങ്ങനെ പോക്കോ. അത് ഗുണത്തിന് ചെയ്യും, ദോഷത്തിനും ചെയ്യും, നല്ലതിനും ചെയ്യും, മോശപ്പെട്ടതിനും ചെയ്യും. അത്ര തന്നെ ഉള്ളൂ. അതിന് പിന്നിൽ കുറച്ച് പത്രക്കാരും കൂടും. പത്രക്കാർക്ക് ഈശ്വരൻ ഉണ്ടാവേണ്ടത്. അല്ലാഹു ഒരു റഹ്മത്തിനെ ഇറക്കി തരാൻ വിചാരിച്ചാൽ പിന്നെ അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല. അള്ളാഹ് തടഞ്ഞു വെച്ചാൽ ഏതുപോലെയൊക്കെ മത്തലിൻ മഴ പോലെ, അമ്നിൻ സുരക്ഷിതത്വം പോലെ. അള്ളാന്റെ റഹ്മത്താണ് സുരക്ഷിതത്വം എന്ന് ഈ ആയത്തിൽ തഫ്സീർ. ഒരു ജനതയ്ക്ക് സുരക്ഷിതത്വം ലഭിക്കുക അമ്ന്, നിർഭയത്വം, സുരക്ഷിതത്വ ബോധം, നിർഭയത്വം. ഞങ്ങളെ ആരും വേട്ടയാടില്ല, ഞങ്ങളെ ആരും ഞങ്ങളല്ല എന്ന് പറയില്ല. അമ്ന് തരേണ്ടത് പ്രധാനമന്ത്രിയല്ല, അമ്ന് തരേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു തരുന്ന അമ്രിനെ നടപ്പിലാക്കുക മാത്രമാണ് ആരുടെ ഉത്തരവാദിത്വം. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയും. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൂടുതൽ ഉള്ളത് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഭരണാധികാരി. ഏത് ഭരണാധികാരിയുടെ അവസ്ഥ അങ്ങനെയാണ്. രാഷ്ട്രീയത്തിന് മതം ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിന് മതം ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിന് പൊതുവെ മതമില്ല. അതെന്താണ്? രാഷ്ട്രീയക്കാർ മതത്തിലില്ല എന്ന് ഈ പറഞ്ഞതിന് മയനല്ല. മതത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലില്ല എന്നും ഇതിന് മയനല്ല. ഞാൻ പറഞ്ഞതിന് അപ്പുറങ്ങൾ വായിക്കരുത്. രാഷ്ട്രീയം മിനഹയസു ഇന്നഹു രാഷ്ട്രീയം എന്ന നിലക്ക് അതിന് മതം ഉണ്ടാവില്ല. അബ്രഹത്ത് എന്തിനാ വന്നത്? അബ്രഹത്ത് കാബ പൊളിക്കാൻ വന്നു. എന്തിന്? കാബ പൊളിക്കലായിരുന്നു. അപ്പോൾ അബ്രഹത്തിന് നിലനിൽക്കാനുള്ള കാരണം. ഇല്ലെങ്കിൽ അബ്രഹത്തിന് നിലക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നജ്ജാശി രാജാവിന്റെ ഗവർണറാണ് ആര്? അബ്രഹത്ത്. അബ്രഹത്ത് നജ്ജാശിയുടെ ഇഷ്ടത്തോഴനായ അറിയാത്തിനെ കൊന്നു. അബ്രഹത്ത് നജ്ജാശി രാജാവിന്റെ ഇഷ്ടത്തോഴനായിരുന്നു അറിയാത്തിനെ കൊന്നു. ആര്? അബ്രഹത്ത്. അപ്പോൾ മനമില്ലാ മനസ്സോടെ ഒരു സൈനിക നടപടി യമനിലേക്ക് വേണോ വേണ്ടേന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു നജ്ജാശി. അപ്പോൾ നജ്ജാശിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയൊരു ഗോപുരം കെട്ടി. ആര്? അബ്രഹത്ത് സൻആയിൽ. എന്നിട്ട് ആ ഗോപുരത്തിൽ നട്ടപ്പാതിരക്ക് ആരും കാണാതെ ആളെ പറഞ്ഞയച്ചിട്ട് ആ ഗോപുരം ചുട്ടു. ആര്? അബ്രഹത്ത് തന്നെ. ഈ കളി പണ്ടും കളിച്ചടാ. ആരും കാണാൻ ഖുലൈസ് എന്ന പേരിൽ നജ്ജാശി രാജാവിന് ഒരു കെട്ടിടം സമർപ്പിച്ചു. ആര്? അബ്രഹത്ത്. ഖുലൈസ് ഭയങ്കര കെട്ടിടം, ഒരു ഗോപുരം. ആർക്ക് വേണ്ടി? നജ്ജാശി ചക്രവർത്തിയുടെ മഹത്വം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കി, ഒരു ആരാധനാലയവും ഒരു മഹാകെട്ടിടം ഉണ്ടാക്കി സൻആയിൽ. എന്നിട്ട് ആരും കാണാതെ ഇതെന്റെ രാജാവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്റെ രാജാവ് നീണാൾ വാഴേണ്ട ആളാണ്. എന്റെ രാജാവ് നജ്ജാശിയുടെ പരമാധികാരം ഞാൻ അംഗീകരിക്കുകയാണ്. എന്റെ രാജാവിന് വേണ്ടി ഞാൻ ഇതാ ഈ കെട്ടിടം സമർപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിടുവായത്വം പറഞ്ഞ ആര്? അബ്രഹത്ത് തന്നെ. എന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആരും കാണാതെ ഒരു രാത്രി എന്ത് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് ആളെ പറഞ്ഞ് അത് ചുട്ടു. ആരെന്നെ? എന്നിട്ട് അബ്രഹത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് അറബികളാണ് ചുട്ടത്. എന്റെ രാജാവിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കെട്ടിടം ആര് ചുട്ടാലും അവരെ ഞാൻ വെറുതെ വിടൂല, അവരെ കെട്ടിടം ഞാനും പൊളിക്കുന്നതാണ്. ആര്? അബ്രഹത്ത്. അബ്രഹത്ത് തന്നെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അത് പൊളിക്കാൻ ആര് വന്നു? അബ്രഹത്ത് വന്നു. അബ്രഹത്തിന് ആവശ്യം എന്താണെന്നറിയോ? അബ്രഹത്തിന് കാബ പൊളിക്കൽ ലക്ഷ്യമല്ല, അബ്രഹത്തിന് ചതിയാണ് ലക്ഷ്യം. അതാണ് അലം യജഅൽ കൈദഹു എന്ന് പറഞ്ഞത്. ചതി, നന്ദിന് പിന്നിൽ ചതിയാണ്. അതാ നിങ്ങൾ ചിന്തിക്കണം. പൊതുവേ ഒരു രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിൽക്കുകയില്ല. അത് ഏത് രാഷ്ട്രീയമാണെങ്കിലും അങ്ങനെയാ.
നിങ്ങൾ ചിന്തിക്കണം, പൊതുസമൂഹം ഒരു ഭാഗത്തേക്ക് മറിഞ്ഞാൽ രാഷ്ട്രീയം ആ ഭാഗത്തേക്ക് വരും. ഇതുകൊണ്ടെന്നാൽ അധികാര കസേരയേക്കാൾ വലിയ ഒരു കാര്യം അവർക്കുണ്ടാവുകയില്ല. അതവർ കേവലം ഫിലോസഫികളെ പിന്തുടരുന്ന ആളുകളല്ല, അവരത്ര വലിയ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പിന്നാലെ പോകുന്നവരുമല്ല. പിന്നെന്താണ്, അവർക്ക് അധികാര കസേരയേക്കാൾ വലിയ ഒരു കാര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ അവർ അധികാരം നിലനിർത്തണം. ജനത്തിന് ഒരു ഭാഗത്തേക്ക് ജനം മറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവർ ആ ഭാഗത്തേക്ക് വരും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, സുരക്ഷിതത്വം ഉണ്ടാക്കി തരേണ്ടത് അടിസ്ഥാനപരമായി മറ്റാരുമല്ല, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഒരു മനുഷ്യനുള്ള സുരക്ഷിതത്വ ബോധം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അത് അല്ലാഹു തആല ഇറക്കിയിട്ട് ഭരണാധികാരി വഴി വിതരണം ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നാൽ ചില ജനതയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അംനി എന്ന റഹ്മത്തിനെ ഒഴിവാക്കും. അപ്പോൾ അവർ സുരക്ഷിതത്വമില്ലാതെ ജീവിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അള്ളാന്റെ ഓഫീസിൽ കേസ് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. മാ യഫ്തഹില്ലാഹു ലിന്നാസി ബിർറഹ്മത്തിൻ ഫലാ മുംസിക ലഹ എന്ന ആയത്തിന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ കൊടുക്കുന്ന അർത്ഥമാണ് പറയുന്നത്. കമാ തരീൻ വ അംനിൻ വ ആഫിയത്തിൻ വ റിസ്ഖിൻ വ ഇൽമിൻ വ മഅരിഫത്തിൻ വ നുബുവത്തിൻ വ ഗൈരിഹ ഫലാ മുംസിക ലഹ ഐ ഫലാ യഖ്ദിറു അലാ ഇംസാകിഹാ വ റദ്ദിഹാ. അതില്ലാതാക്കാൻ ഒരാൾക്ക് കഴിയില്ല. അള്ളാഹു ഒരു ജനതയെ സുരക്ഷിതരാക്കാൻ തീരുമാനിച്ചാൽ അവരെ മേൽ അരക്ഷിതാവസ്ഥ കൊണ്ടുവരാൻ ഒരാൾക്ക് കഴിയൂല. അയ്യു റഹ്മത്തിൻ കാനത്ത്, അത് ഏത് റഹ്മത്തായാലും വേണ്ടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രശ്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ വളിബല്ലാഹു അലാ ഖൗമിൻ, ഒരു ജനത്തിന്റെ മേൽ അല്ലാഹു തആല കോപിച്ചാൽ സല്ലല്ലാഹു അലൈഹിം വലിമാ, അക്രമിയെ പിടിച്ച് ഭരണാധികാരിക്കുമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ അദാബ് ഇറങ്ങുന്നത് നമ്മൾക്കാണ്. എന്തുകൊണ്ട്? ബാക്കിയുള്ള നാട്ടുകാർക്ക് സാധാരണ ഉള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ, നമുക്ക് അങ്ങനെയല്ല. നമുക്ക് പ്രളയം അങ്ങനെ കഴിഞ്ഞിട്ട് വീട്ടിൽ നൊയിച്ചു പോയി സാമാനങ്ങളെല്ലാം മാളി അട്ടും തട്ടും പുറത്തേക്ക് കയറ്റി വെച്ച്, അല്ലെങ്കിൽ അത് കയറ്റി അടുത്ത വീടുകൾ കൊണ്ട് ഏൽപ്പിച്ച് ചിലതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്ത് പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വീട്ടിൽ ഇങ്ങനെ സെറ്റിൽഡ് ആയിട്ടില്ല. അപ്പോഴത്തിനടാ ഡൽഹിയിൽ നിന്ന് പുതിയ തീരുമാനം വരുന്നു. പ്രളയത്തെക്കാൾ വലിയ പ്രളയം. പ്രളയത്തിൽ അരി പോയപ്പോൾ നമുക്ക് ഒരുപാട് ദിവസത്തെ റിസ്ക് മുടങ്ങി. സർക്കാർ തരാന്ന് പറഞ്ഞാൽ നമ്മോട്ട് തന്നതും ഇല്ല. എന്നാലും നമുക്ക് കുട്ടികളെയും കൂട്ടിപ്പിടിച്ച് ഒരു ഇന്ത്യക്കാരനായി ഇങ്ങനെ ഇരിക്കാൻ ഒരുങ്ങുന്ന നേരത്താണ് നിങ്ങൾ ഇന്ത്യക്കാരനെ അല്ലാതാവുകയാണ് എന്ന് അടുത്ത തൂഫാൻ വരുന്നത്. ആരാ പിന്നിൽ? ഒരു ജനത്തിന്റെ മേൽ അല്ലാഹുവിന് കോപം വന്നാൽ സല്ലല്ലാഹു അലൈഹിം വലിമാ, അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. യുസല്ലിത്തുല്ലാഹു അലൈഹിം വലിമാ, അക്രമിയെ പിടിച്ച് അവരുടെ മേൽ അധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ കോടതിയിൽ കേസ് കൊടുക്കണം. اللهم لا يدركني زمان لا يتبع فيه العليم എന്ന് മുഹമ്മദ് മുസ്തഫ. പണ്ഡിതന്മാർ പറഞ്ഞാൽ അനുസരിക്കാത്ത കാലത്ത് ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. പണ്ഡിതന് വിലയില്ല, വിലയുള്ള വാക്ക് പണ്ഡിതൻ പറയുന്നുമില്ല. ലോകത്തെ ജനങ്ങൾക്ക് മുഴുവനും മലബാറിൽ കൈ ഒന്നിച്ചാൽ മതിയായിരുന്നു. ഇന്ന് മലബാറിന് ആ കരുത്തില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പൊരുത്തത്തെ കുറിച്ച് മലബാർ ഇന്ന് ചിന്തിക്കുന്നില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ പ്രശ്നം ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടായപ്പോഴെല്ലാം ഇവിടുന്ന് ചില ആളുകൾ പോയാണ് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയെ കൂടെ തിരുത്തിച്ചിട്ടുണ്ട്. സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ ഉറക്കപ്പറ. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഈ ഇവിടുന്ന് കയറിപ്പോയി അവിടെയാണ് ചെന്നാൽ പ്രശ്നമാണ് പരിഹരിക്കും. എന്തുകൊണ്ട്? ഇവിടെ ആ ജാതി ജനങ്ങളാണോ അവരെ പറഞ്ഞയച്ചത്? ഇന്നും നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല. അവരെ വില വെക്കണമെങ്കിൽ നമ്മൾ അനുയായി ആവണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നലെ വെള്ളിയാഴ്ച രാവാണല്ലോ. ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഞാൻ മലബാറിൽ 1 മണിക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മളെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ അവസ്ഥ എന്താ? മലപ്പുറത്തെ അവസ്ഥ എന്താ? നിങ്ങൾ വെടിവെച്ചെത്തു. അതേ സമയത്ത് കോഴിക്കോട്ടും മലപ്പുറത്തും മാപ്പിള മക്കളെ ആജ്യമാരെ മക്കൾ 1 മണിക്ക് പന്ത് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് കുന്തമാടാ ഇതെല്ലാം! എന്ത് കുന്തത്തിന്റെ ഒലക്കയാണ് ഇതെല്ലാം! എങ്ങനെയാണ് ഒരു സമുദായം മുന്നോട്ട് പോവുക? അതമില്ലാത്തൊരു ജനതയെ എങ്ങനെയാ പടച്ചം വില വെക്കുക? രാത്രി ഉറങ്ങുന്നവരെ വരെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. പന്തുൽച്ചാലോ അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അല്ലാഹു മലക്കാക്കട്ടെ. അവർ എന്റെ ശിക്ഷകൾ രാത്രി ഇറങ്ങുന്ന കാര്യത്തെ ഭയപ്പെടാതെ അവർ അങ്ങനെ ഉറങ്ങുന്നുവോ? രാത്രി എന്തിനാ ഉണ്ടാക്കിയത്? ഉറങ്ങാൻ.
വജഅൽന ലൈല ലിബാസ, അങ്ങനെയല്ലേ? വജഅൽന നൗമകും സുബാത വജഅൽന ലൈല ലിബാസ. രാത്രി എന്തുണ്ടാക്കിയ ഉറങ്ങാം. എന്നിട്ട് പോലും അള്ളാന്റെ ശിക്ഷ ഭയപ്പെടാതെ ഉറങ്ങണവരെ ഖുർആൻ വിമർശിച്ചുവെങ്കിൽ പന്തളിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? യൽഅബൂന പകരാ പറഞ്ഞത്. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. പന്ത് കളിക്കുന്നതും കളിക്കുന്നതും വിമർശിച്ചത് എവിടെയാ? അല്ല, എവിടെയാ? പകല് കളിക്കാലോ എന്നിട്ട് അള്ളാനെ മറന്ന് കളിക്കണീനെ വിമർശിച്ചു. രാത്രി എന്തിന്റെ സമയം തന്നെയല്ല, കളിന്റെ സമയം തന്നെയല്ല. എങ്കിൽ രാത്രി ഉറങ്ങണ സമയം. എന്നിട്ട് പോലും ശിക്ഷ ഇറങ്ങുന്ന കാലത്ത് ശിക്ഷയെ ഭയപ്പെടാതെ നിർഭയരായ രൂപത്തിൽ ഉറങ്ങുന്നവരെ ഖുർആൻ വിമർശിച്ചു. എങ്കിൽ പകല് കളിക്കുന്നവരെ വിമർശിച്ചു, രാത്രി ഉറങ്ങുന്നവരെ വിമർശിച്ചു. സത്യത്തിൽ പകല് കളിക്കാലോ രാത്രി ഉറങ്ങും ചെയ്യാലോ. എന്നിട്ട് പോലും അവരെ പരിധി വിട്ടപ്പോൾ വിമർശിച്ചുവെങ്കിൽ രാത്രി കളിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ദീനായിരിക്കും? സോഷ്യൽ മീഡിയയിൽ വരിക നമ്മളെ തൊട്ടപ്പുറത്താണ്. നമ്മളെ നാട്ടിലെ പല ആളുകൾക്കും കച്ചവടവും കുടുംബ ബന്ധവും ഉള്ള നാടാണ് മംഗലാപുരം. മംഗലാപുരത്ത് 2 മക്കള് വെടിയേറ്റി മരിച്ചു എന്നുള്ള ചിത്രം വന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മളെ കുട്ടികൾ ഈ നാട്ടിലൊക്കെ ബന്ധുവയ്ക്കണം. എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ വലിയ കൂട്ടരാണ്, പോയട പണി നോക്കിയിട്ട്. എന്നിട്ട് നമ്മൾ നാട്ടുകാരോടൊക്കെ പറയാം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നാട് മലബാറാണ്, അത് പോയി പണിയാക്കി കൂടി ഞമ്മമാര്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് എന്ത് വർത്താനാണ്? ഇതെന്തത് വിചാരിക്കണ്ട. നമ്മൾ ഈ കാട്ടിക്കൊടുക്കുന്നതെല്ലാം ഏറ്റവും ചുരുങ്ങിയത് രാത്രിയല്ലേ? അള്ളാഹിനോടൊന്ന് പറഞ്ഞൂടെ? വേണ്ട, അവർ ഉറങ്ങിക്കോട്ടെ. എന്നാലും എന്ത് ചെയ്യരുത് ചിന്തിക്കും. ഇന്നലെ രാത്രി ഒരാൾ മംഗലാപുരത്ത് നിന്ന് മലബാറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളി, ഒരു അന്യ സമുദായക്കാരൻ മലബാറിലേക്ക് ഇന്നലെ രാത്രി വന്നിട്ട് ഫോട്ടോ എടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ദീനിനെ ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണുന്ന നാടാണ് ഏത്? പറയേത്? മലബാർ എന്നാണല്ലോ പ്രധാനമന്ത്രിയുടെ ഡെസ്കിലുള്ള തീരുമാനം. അവർക്കിതൊന്നും വിഷയമല്ല. പ്രധാനമന്ത്രി വേറുള്ള ഒരു പണ്ടേ ഈ അമ്പാറ്റകളെ പോലെയാണ്, അതുകൊണ്ട് അവരങ്ങൾ കണക്കാക്കേണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളോട് മാഷറിൽ എന്ത് നമ്മൾ പറയും? അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയാം മലബാറിന് ഞാൻ പറഞ്ഞുതരാം. തിരൂരങ്ങാടി പള്ളിക്ക് വെടിവെച്ച് ആലി മുസ്ലിയാരെ അറസ്റ്റും ചെയ്തു എന്നത് മഞ്ചേരിയും നെല്ലിക്കുത്തുമൊക്കെ അറിയുന്നത് രാവിലെ 10 മണിക്കാണ്. ഇന്നത്തെ സംവിധാനങ്ങളില്ല. അപ്പൊ ആളുകൾ പാടത്ത് പണിക്ക് പോയി ഇടയ്ക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി പുരയിൽ കയറി വരുന്ന നേരത്ത് ഇങ്ങനെ റോട്ടിലൂടെ പായുന്നവർ വിളിച്ചു പറഞ്ഞ് ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോളി, ഇന്ന് ജീവിച്ചിരിക്കുന്ന വയസ്സെത്തിയ ചില ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇതിനൊക്കെ തെളിവ് പറയാൻ എനിക്ക് കഴിയും. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് അവർ ചെയ്തത്? മഞ്ചേരിയും നെല്ലിക്കുത്തും പൂക്കോട്ടൂരിലുമുള്ള മനുഷ്യന്മാരെന്ത് ചെയ്ത്? അവരെന്താ ചെയ്തത്? അവരാ കഞ്ഞി പിന്നെ കുടിച്ചില്ല. ഈ കഞ്ഞി കുടിക്കുന്ന നേരം ഇവിടെ ഇരുന്ന പിന്നെ ആ നേരം നമുക്ക് ഹറാമാണ്. ആ കഞ്ഞി മാറ്റി വെച്ച് വാങ്ങി അവരിൽ ഏറിയ കൂറും തിരിച്ചു വന്നതുമില്ല. ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചുകൊണ്ട്, പക്ഷെ അവർക്ക് ഷഹീദായി. ഒരാൾക്ക് വേണ്ടി ഓടി, ആർക്ക് വേണ്ടി? പള്ളിക്ക് വെടിവെച്ച് ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു. അത് ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വിരിമാറ് കാട്ടി ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ പിന്നാലെ ഓടി, അതിന്റെ മുന്നിലേക്ക് ഓടിയാൽ മാപ്പിള മക്കള് അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ ഈ നീതിബോധമെന്ന് ചിന്തിക്കണം. അവർക്ക് ഇന്നത്തെ മാപ്പിളമാരെ നിങ്ങളെ വിവരമില്ല, നിങ്ങളെ പോലെ ഇംഗ്ലീഷ് അറിയുകയില്ല, നിങ്ങളെ പോലെ ഫ്രഞ്ച് അറിയുകയില്ല, നിങ്ങളെ പോലെ മാത്സ് അറിയുകയില്ല. പക്ഷേ അവർക്ക് നിങ്ങളെക്കാളും എന്നെക്കാളും അല്ലാഹുവിനെ അറിയും, ജല്ല ജലാലായ പടച്ചതമ്പുരാനെ അറിയും. നിങ്ങൾ ചിന്തിക്കണം, മലബാർ ശാന്തമായി തന്നെ നിൽക്കണം. പക്ഷെ ആ ശാന്തത മലബാർ കളിക്കുന്നതിനിടയിലുള്ള ശാന്തതയാകരുത്. രാത്രിയെല്ലാം എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിലെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ഉത്തരമുണ്ടാകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതാണ് വിഷയം. ഇതിൽ തീരുമാനമുണ്ടാക്കണം. മലബാർ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കണം. കുട്ടികളോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോയി പറയണം. പരിധി വിട്ട് ഉറങ്ങുക പോലും ചെയ്യരുത്. എന്തുകൊണ്ട്? ഇത് വളരെ ചിന്തിക്കണം. 7:15 സുബഹിക്ക് ഇശാന്റെ ബാങ്ക് കൊടുക്കും, 5:15 സുബഹിക്ക് ബാങ്ക് കൊടുക്കുക. 10 മണിക്കൂറിന്റെ 2 പക്കത്തിന്റെ ഇടയിൽ 10 മണിക്കൂറാണ്. ഇങ്ങനെയുള്ള കാലം അപൂർവമാണ്.
ഇശാന്റെ ബാങ്ക് 7:15, സുബഹിന്റെ ബാങ്ക് 5:15, ഇടയിൽ എത്രയാ? 10 മണിക്കൂർ. 10 മണിക്കൂറാണ് ഇശാ ബാങ്ക് 7:15, സുബഹി ബാങ്ക് 5:15. എത്ര ഇടയിൽ? 10 മണിക്കൂർ. ഒരു ശരാശരി ഒരാളുടെ ഉറക്കം എത്രയാണ്? 6 മണിക്കൂർ. ഒരു മനുഷ്യന്റെ ശരാശരി ഉറക്കം എത്രയാ? പല കുഞ്ഞു കുട്ടികളല്ലാത്ത നമ്മളെ പോലത്തെ മനുഷ്യന്മാരെ ശരാശരി ഉറക്കം എത്രയാ? 6 മണിക്കൂർ. അത് മാറ്റിവെച്ചാൽ പിന്നെ എത്ര ഉണ്ട്? 4 മണിക്കൂർ. ഇപ്പൊ ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നാ നിസ്കരിക്കുക? ഇപ്പൊ ഒരാൾ കൈ ഒന്നിച്ചിട്ടില്ലെങ്കിൽ എന്നാ കൈ ഒന്നിക്കുക? മുസ്ലിമീങ്ങളുടെ കാര്യം ഒരാൾക്ക് കാര്യമായി തോന്നിയില്ലെങ്കിൽ അവനെ അന്ത്യനാളിൽ മുസ്ലിമീങ്ങളിൽ പരിഗണിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരാളെ മുസ്ലിമീങ്ങളിൽ പരിഗണിക്കണമെങ്കിൽ മുസ്ലിമീങ്ങളെ കാര്യം അവന് കാര്യമായി തോന്നണം, പ്രയാസമായി തോന്നണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് തുറക്ക, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സർക്കാർ പുറകോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. പക്ഷേ ഇതിനിടയിൽ നമ്മളെ അള്ള പരീക്ഷിക്കരുത്. സാധുക്കളായ പെണ്ണുങ്ങൾ പൊട്ടിക്കരഞ്ഞ്, ഉമ്മമാരും ആരിഫീങ്ങളും ഇവിടെ എപ്പോഴും ഉണ്ട്, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. അവർ പൊട്ടിക്കരഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കും. പക്ഷേ ഇതിനിടയിൽ നമ്മൾ വെള്ളക്കടലാസിന് കറുത്ത കടലാസിലേക്ക് പോകും. അള്ളാഹു കാക്കട്ടെ. ഈ സമയത്ത് നമ്മൾ എന്ത് കളിച്ചാൽ അതാണ് വിഷയം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെയാണ് വിഷയം. മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുന്ന സാഹചര്യത്തിൽ അതൊരാൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. മലബാറിന്റെ ഇന്നത്തെ ചിത്രം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ നടന്ന് ഒപ്പിയെടുത്തിട്ട് കേന്ദ്ര ആഭ്യന്തര മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ടത് തന്നെ വേണം. നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും വിവാഹ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു കമ്മിറ്റി വേണ്ട. പറഞ്ഞത് അനുസരിക്കണം, ഉത്തരവാദിത്തമാണ്. പറഞ്ഞത് അനുസരിക്കാത്തവരെ അതിന് അച്ചടക്ക നടപടി സ്വീകരിക്കണം. പറഞ്ഞത് അനുസരിക്കണം. ആലിമീങ്ങൾക്ക് അധികാരം കൊടുക്കണം. ആലിമീങ്ങൾ മെഹ്റാബിൽ വെച്ചൊരു കാര്യം പറഞ്ഞാൽ കമ്മിറ്റി അത് വിലക്കെടുക്കണം. മുത്തുനബിയുടെ ദുആയാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത്. മുത്തുനബി ദുആ ചെയ്തതാണ്, എന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് ആലിമീങ്ങൾ പറഞ്ഞാൽ അതിനെ വില വെക്കുകയില്ല. അങ്ങനത്തെ കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആലിമീങ്ങൾ കാര്യമായി സംസാരിക്കണം. കമ്മിറ്റി അത് മുഖവിലക്കെടുക്കണം. കുട്ടികളോട് പറയണം, ഈ പ്രശ്നം പരിഹരിക്കണം. എന്നിട്ട് എല്ലാവരും അള്ളാഹുവിനോട് പറയണം, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ചിന്തിക്കുക. ഏത് റഹ്മത്തിനെയും കൊണ്ടുവരാൻ എന്തിനു കഴിയും? സ്വലാത്തിൽ തന്നെ വേണം. 15 നാരിയത്ത് സ്വലാത്ത് എല്ലാ ദിവസവും ചെല്ലാൻ സയ്യിദ് ഹൈദർ ഋഷിയാബ് തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരു ഭാഗം. എന്നാൽ അത് മാത്രം മതിയാവില്ല. സദാസമയം സ്വലാത്തില്ല, എപ്പോഴും സ്വലാത്ത് തന്നെ. അത് തങ്ങളൊരു പ്രഖ്യാപനമാണ്. അത് നിർബന്ധിക്കുക എന്നതിനല്ലാതെ തങ്ങളൊരു പ്രഖ്യാപനമാണ്. അത് മതിയാവില്ല. ചൊല്ലന്നെ സദാസമയം. ബുദ്ധിമുട്ടുള്ള നേരത്തും എല്ലാ പ്രയാസങ്ങളും പരീക്ഷണങ്ങളുള്ള സന്ദർഭത്തിൽ കപ്പൽ മുങ്ങാൻ പോകുന്ന നേരത്ത് വരെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മഹാന്മാർ കൽപ്പിച്ചിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പ്രതിസന്ധികളിലും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിനെ പോലെ വേറൊന്നിനും അധികാരമില്ല. അന്ത്യനാൾ വരെ അധികാരി മുഹമ്മദ് മുസ്തഫയാണ്. തിരുത്തേണ്ടത് പുണ്യ മുഹമ്മദ് മുസ്തഫ. അന്ത്യനാൾ വരെ ഇടപെടേണ്ട ആള് മുഹമ്മദ് മുസ്തഫ. റഹ്മത്തൽ ലിൽ ആലമീൻ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷേ നമ്മളല്ല പരീക്ഷിക്കും. പ്രശ്നം പരിഹരിക്കും. പക്ഷെ അല്ലാഹ് നമ്മളെ പരീക്ഷിക്കും. അത് പരീക്ഷിക്കുകയാണിത്. ഏത് പക്ഷത്ത് നിന്നു മുസ്ലിമീങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ അത് നിനക്കൊരു വിഷയമായി തോന്നിയില്ലെങ്കിൽ അന്ത്യനാളിൽ നിന്റെ ലിസ്റ്റിൽ മുസ്ലിം എന്ന് പേര് ഉണ്ടാവുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വന്നാൽ ശഫാഅത്ത് നിനക്ക് ലഭിക്കുകയില്ല. ശഫാഅത്ത് ഉമ്മത്തിനാ കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിന്റെ ലിസ്റ്റിന്, അള്ളാന്റെ ലിസ്റ്റിൽ നിന്റെ പേര് ഒട്ടിപ്പോവും.
അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മുണ്ടുപാറക്കാർ ഒരു 5-8 കൊല്ലം മുമ്പ് മുണ്ടുപാറക്കാരായ 2 വയസ്സന്മാർ എന്നോടൊരു കഥ പറഞ്ഞു. പണ്ട് മുണ്ടുപാറ പള്ളിയിൽ ആരോ ചാണകം കലക്കിയത്രേ. പണ്ടത്തെ ഒരു കഥ പറഞ്ഞു. ഇതിനോട് 10 കൊല്ലം മുമ്പ് മുണ്ടുപാറക്കാർ പറഞ്ഞൊരു സംഭവമാണ്. അത് ഞാൻ മറന്നിട്ടില്ല, നിങ്ങളോട് പറയാം. മുണ്ടുപാറ പള്ളിയിൽ ആരോ ചാണകം കലപ്പിയപ്പോൾ ഒരു സംഘർഷമുണ്ടായി. അപ്പോൾ സാധാരണ ജമാഅത്തിന് വന്ന ആളുകൾ ജമാഅത്തിന് വന്നില്ല, പേടിച്ചിട്ട്. പക്ഷേ ഓമശ്ശേരി അങ്ങാടിയിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് അവരിവിടെ വന്നു തരുന്നു. അവർ ജമാഅത്തിനും ജമാഅക്കൊന്നും പോകില്ല. അവർ ജമാഅത്തിന് പോകാത്തവരാണ്. ജമാഅത്തിനും പോകില്ലെങ്കിലും പള്ളി ആരോ ചാണകം കലക്കിയെന്ന് അറിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പേടിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ. ഒരാളൊന്ന് തരുന്നത് എവിടെ? പള്ളിയിൽ. പ്രശ്നം തീർത്തിട്ടാണ് അവർ പോയത്. ഇതാണ് ഒരു ഉമ്മത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം. പള്ളിയിൽ പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കണം. സാധാരണ ജമാഅത്തും പള്ളിയും തലയെക്കെട്ടും മജ്‌ലിസും നൂറായിട്ട് നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പം പന്തളിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മനസ്സിലായില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായ ഒരു പാഞ്ഞു വരണം. അപ്പോൾ ഒരു പന്തളിക്കുകയാണെങ്കിൽ അവർ മീമെന്ന് പോയി നാമായന ഒരു മീമിൻ്റെ ലിസ്റ്റിൽ നിന്ന് പോയി മല്ലം യഹ്തമ്മ ബിഉമൂരിൽ മുസ്ലിമീന ഫലൈസല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലായില്ല. ചിലർ സാധാരണ ജമാഅത്തിനൊന്നും വരില്ല, പക്ഷെ പ്രശ്നം ഉണ്ടെങ്കിൽ വരും. അഹ്ലുൽ ജന്നത്തി സലാസ, സ്വർഗ്ഗക്കാർ 3 വിഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ മുഹ്സിനു, എപ്പോഴും നന്മ ചെയ്ത് നടക്കുന്നവൻ. വൽ മുഹിബ്ബു ലഹു, നന്മ ചെയ്യുന്നവനെ സ്നേഹിച്ച് നടക്കുന്നവൻ. വൽ കാഫാനു, ആപത്തിലിറങ്ങി വരുന്നവൻ. ഈ പന്തളിക്കണ ചെക്കന്മാർ മുഹ്സിനിലും ഇല്ല മുഹിബ്ബിലും ഇല്ല. അവർക്ക് ലിസ്റ്റാണ് കാഫിൽ അവരില്ല തന്നെ. വൽ കാഫാനു, ആപത്ത് വരുമ്പോൾ ഇറങ്ങി വരുന്നു. അൽ മുഹ്സിനു, നന്മ ചെയ്ത് നടക്കുന്നവൻ. അവനെ സ്നേഹിച്ച് നടക്കുന്നവൻ. എപ്പോഴും അവരുണ്ടാവുകയില്ല, പക്ഷേ ഒരു പ്രതിസന്ധിയിൽ ഇടപെടുന്നവരെ. ഈ 3 വിഭാഗമാണ് മുസ്ലിമീങ്ങൾ, അഹ്ലുൽ ജന്ന, സ്വർഗ്ഗക്കാർ എന്ന് മുഹമ്മദ് മുസ്തഫ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാണ്. ചിന്തിക്കണം. ആ പ്രശ്നം വളരെ ഗൗരവമാണ്. അള്ളാഹു നമ്മളെ പ്രശ്നം പരിഹരിക്കട്ടെ. അള്ളാഹു പരിഹരിക്കട്ടെ. പരിഹരിക്കുമായിരിക്കും, പക്ഷേ അവസരമാണ്. ഇതൊരു വല്ലാത്ത അവസരമാണ്. ബിദില്ലി ദലീലിൻ, ഒരു സാധുവായ മനുഷ്യൻ അള്ളാഹിന്റെ മുന്നിൽ പൊട്ടിക്കരയും. അള്ളാഹു തന്നെ നമുക്ക് സഹായിക്കട്ടെ. പ്രശ്നം പരിഹരിക്കും, പക്ഷേ നമ്മളെ പേര് മാറും. ഒരു പ്രതിസന്ധിയിൽ സമുദായത്തെ ഒരു തുഴ കൊണ്ടുപോലും സഹായിക്കാത്തവൻ എന്റെ സമുദായ അംഗമാണ്. നട്ടപ്പാതിരക്ക് അള്ളാഹുവിലേക്ക് കൈപൊന്തിച്ചാൽ തീരാത്ത ഒരു വിഷയമില്ല. 2 നേരം ഞാൻ ശ്രദ്ധിക്കുക, 2 നേരത്തെ പരിഗണിക്കുക. ഒന്ന് പകലിന്റെ പോക്കിലും, ഒന്ന് രാത്രിയുടെ പോക്കിലും. പകലിന്റെ പോകാൻ കാണുമ്പോൾ ഒരു 1/4 മണിക്കൂർ, രാത്രിയുടെ പോക്കിലും ഒരു 3/4 മണിക്കൂർ. ഒന്നുകൊണ്ട് ഇരുന്നാൽ പ്രശ്നം പരിഹരിക്കും. ഞങ്ങളോട് ഈ സദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ചില ഇമാമിയങ്ങൾ അസറിന്റെ ശേഷം ദുആ ചെയ്യാറില്ല. എന്തുകൊണ്ട്? ചെയ്ത ദുആ മുഴുവനും അല്ലാഹു തആല സ്വീകരിച്ചപ്പോൾ റബ്ബിനോട് ദുആർക്കുന്നത് എനിക്ക് ലജ്ജയായി എന്ന് ഇമാം ഖുശൈരി തങ്ങൾ ലിസാനത്തുൽ ഖുശൈരിയയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഹിജ്റ 891 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത നമ്മുടെ ഉസ്താദുൽ അസാത്തിദാണ് മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു. അവിടെ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, മങ്കൂസ് മൗലൂദ്. അത് എല്ലാ ദിവസവും പുരയിൽ ചെല്ലണം. എന്നും മങ്കൂസിന്റെ ദുആ തന്നെ കണ്ടാൽ അറിയാം. സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇൽ സയ്യിആത്ത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഅൽ ഖതിആത്ത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതർഫഉനാ ബിഹാ ഇന്നക അല ദറജാത്ത് വതുബല്ലിഗുനാ ബിഹാ അഖ്സൽ ഗായാത്ത് മിൻ ജമീഇൽ ഖൈറാത്ത് ഫിൽ ഹയാത്ത് ബഅദൽ മമാത്ത്. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا الصم الناقع والداء الخامع والوباء القاطع إنك مجيب سامع وأن تصرف عن الطاعون والبلاء وتعصمنا من ذلك قهرك والوباء. ആപത്തിനെയും മുസീബത്തിനെയും പ്രതിസന്ധികളെയും നീക്കി തരാനാണ് ആ ദുആ നിറയെ പറയുന്നത്. എന്തുകൊണ്ട്? പ്രതിസന്ധികൾ വരുമ്പോൾ പ്രധാനമായി ചൊല്ലാൻ വേണ്ടി മഖ്ദൂമുൽ മഅബരി തങ്ങൾ ഹിജ്റ 891 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത ആ കാലത്തെ മുഹദ്ദിസായി മക്കക്കാർ അംഗീകരിച്ച മഹാനാണ്. 7 കൊല്ലമാണ് ആലിമായതിനു ശേഷവും കഅബാലയത്തിന്റെ അടുത്ത് മത്താഫ്
മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു നിങ്ങൾ നിസ്സാരമായി കാണണ്ട. മഖ്ദൂമിന്റെ പ്രത്യേകത വളരെ വലുതാണ്. ഹറമിൽ ഇരുന്ന് കിതാബ് ഓതിയത് 10 കൊല്ലമാണ്. അസ്ഹർ ശരീഫിൽ കിതാബ് ഓതിയത് 7 കൊല്ലമാണ്. എന്നിട്ടാണ് തിരിച്ചു വന്നത്. അത്ര വലിയ മഹാനാണ് മഖ്ദൂമുൽ മഅബരി. അവരുണ്ടാക്കിയതാണ് അന്താ തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദു ബൽവാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطاح والحبيب العربي. ശ്രദ്ധിക്കുക. എൻ്റെ ബാക്കി അടുത്ത ക്ലാസ് പറയും. പ്രശ്നം അല്ലാഹു പരിഹരിച്ച് തരട്ടെ. രാജ്യത്ത് വലിയ ഒരു പ്രയാസത്തിൻ്റെ അവസ്ഥയാണ്. അല്ലാഹു പ്രയാസം വരാതെ കാക്കട്ടെ. രാജ്യം അടിയന്തരാവസ്ഥ വരുമോ എന്ന് പോലും ആളുകൾ ഭയപ്പെടുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭരണാധികാരികൾ ഈ ബില്ലിൽ നിന്ന് പുറകോട്ട് പോകട്ടെ. സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നാൽ കരുത്തായി ഇടപെടട്ടെ.